ഇപ്പോൾ ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ വേണുവാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ഡോക്ടർ വി വേണു, ഒരു സുപ്രഭാതം പറയാൻ പോലും എനിക്കാകുന്നില്ല. വയനാട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രം എന്താണ്? ഗവൺമെൻറ് മിഷനറി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് അടിയന്തരമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ? നമസ്കാരം. നല്ല വാർത്തകളല്ലല്ലോ രാവിലെ കിട്ടിയത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ദൂരം അനുസരിച്ചിട്ട് ഒരു 2 മണിയോടുകൂടിയാണ് ഈ 2-3 പ്രാവശ്യമായിട്ട് കുടിമുട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് ഇപ്പോഴുള്ള സാഹചര്യം, നമ്മളിപ്പോൾ ഒഴുകുന്ന പുഴയുടെ ഒരു സൈഡിൽ ഇപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. NDRFന്റെ ആൾക്കാരുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, ജില്ലാ കളക്ടറുകളും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പേർട്സ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മറുഭാഗം കടന്നു വേണം ഇനി ഉള്ള പ്രധാനപ്പെട്ട റെസ്ക്യൂയിലേക്ക് നമ്മൾ കിടക്കാൻ. അതിനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാലാവസ്ഥ ഇപ്പോഴും മോശമാണ്. പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിന് NDRFന്റെ ഫസ്റ്റ് ടീമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. NDRFന്റെ ഒരു ടീം കൂടി അങ്ങോട്ട് റഷ് ചെയ്തു. NDRFന്റെ സീനിയറായ ഉദ്യോഗസ്ഥരോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മൾ സേനാ വിഭാഗത്തിനെയും അലോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ടീമും അതിന് താമസിയാതെ തന്നെ സൈറ്റിലേക്ക് എത്തും. ഈ രണ്ട് മിലിറ്ററി ടീമിനൊപ്പം തന്നെ നമ്മൾ എയർ കവർ നൽകാൻ വേണ്ടിയിട്ടും റെസ്ക്യൂവിന് വേണ്ടിയിട്ടും നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2 ഹെലികോപ്റ്റേഴ്സ് സ്റ്റാൻഡ് ആണ്. അവര് പക്ഷേ 1 മണിക്കൂറിനകം തന്നെ ഓപ്പറേഷനിലേക്ക് നമുക്ക് അവരെ പ്രതീക്ഷിക്കാം. പക്ഷെ കാലാവസ്ഥ ഇംപ്രൂവ് ചെയ്യാതെ നമുക്ക് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് കയറാൻ സാധിക്കില്ല. കാലാവസ്ഥ അല്പം ഭേദപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഡോക്ടർ വേണു, ഒരു കാര്യം കൂടി, അവിടെ കുറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം താങ്കൾക്ക് ലഭിച്ചോ? നമുക്ക് വ്യക്തതയോട് നമുക്ക് എത്ര പേരുണ്ട് എന്ന് പറയാനായിട്ടില്ല. എങ്കിലും ഇതേ വാർത്തകൾ തന്നെയാണ്, ഈ വിവരം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നമുക്ക് നേരിട്ട് അതിൽ എത്താൻ സാധിച്ചാൽ മാത്രമാണ് ഒരു ഫൈനൽ പിക്ചർ കിട്ടുക. ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന് ഭീഷണിയാകുന്നുണ്ടോ ഈ പ്രവർത്തന രക്ഷാദൗത്യങ്ങളിൽ? ഒരു പരിധിവരെ അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം പലയിടത്തും പവർ നേരത്തെ പോയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ പോലും വർക്ക് ചെയ്തില്ല. പലയിടത്തും റേഞ്ച് ഇല്ലാത്ത പ്രദേശത്തും ആൾക്കാരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ അല്പം ഒന്ന് വെതർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൾക്കാരെ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ വി വേണു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.